എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 3 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അടുപ്പിൽ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 3 കപ്പ് ക്യാരറ്റ് ഉണ്ട്. ഇനി ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ സമയത്ത് ഞാൻ തുറന്ന് തന്നെ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ആദ്യം നെയ്യിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പാല് ചേർക്കാം. 1 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊഴിച്ച ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ പാലൊഴിച്ച ശേഷം ഇതുപോലെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ പാലൊഴിച്ച ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് തുറന്ന് തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊക്കെ ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ പാല് നന്നായിട്ട് വറ്റി വന്ന ശേഷമാണ് പഞ്ചസാര ഞാൻ ചേർക്കുന്നത്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകും. പാകത്തിനുള്ള മധുരമുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുമ്പോൾ പഞ്ചസാരയാണ് ചേർക്കാറുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും പിസ്താഷ്യോ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് ചേർക്കാനുള്ളത്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ നട്ട്സൊക്കെ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാവുന്നതാണ്. വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ഏലക്ക പൊടിച്ചതാണ്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഹൽവയുടെ പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു ബൗളിലേക്ക് എടുത്ത ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും പിസ്താഷ്യോ ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റ് ഹൽവയും വാനില ഐസ്ക്രീമും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്